ഇവിടെ പിണറായി വിജയൻ സഖാവിൻ്റെ വീട് ചെന്ന് കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബസ് സമരം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. വേദപുസ്തകത്തിൻ്റെ തലത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും പോയവർ തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ദൈവസഭയിലെ അംഗങ്ങൾ, അദൃശ്യ സഭയിലെ അംഗങ്ങളായിട്ട് ഉറപ്പ് പ്രാപിച്ച ആരും ഈ ലോകത്തിൻ്റെ ഭരണകൂടങ്ങൾക്ക് പുറകെ അധികാര പദവികൾക്ക് വേണ്ടി പോകില്ല. മുറിവാക്യം കൊണ്ട് ദൈവമക്കളെയും പുതിയ തലമുറയും വഞ്ചിക്കാൻ സാത്താൻ ചിലരെ അല്പനേരത്തേക്ക് കൈകൾ ഉപയോഗിക്കും. ഇവിടുത്തെ റേഷ്യൻകാരൻ്റെ പോലും കളറുകൾ നോക്കിയുള്ള ഔദാര്യം പറ്റാൻ പോകരുതെന്ന് പ്രസംഗിച്ചവർ തന്നെ ഇപ്പോൾ തിരിഞ്ഞ് ഇതിനോട് പക്ഷത്ത് നിൽക്കുന്നു. കുസ്തന്തീനോസിന്റെ കാലത്ത് റോമാ ഗവൺമെന്റിനാൽ ദൈവസഭയെ ഇതുപോലെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചരിത്രം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ആ അംഗീകാരം കൈക്കൊണ്ട അന്നുകൂടെ സഭയ്ക്കകത്തേക്ക് അന്നും ഗുണങ്ങൾ പറഞ്ഞത് ഉണ്ടാകും. അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒന്നും രാജ്യത്തിന്റെ നിയമങ്ങൾ കീഴടങ്ങാൻ ദൈവവചനം പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രമാണവും നിത്യതയും നഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടുത്തെ അധികാരങ്ങൾക്ക് കീഴടങ്ങാൻ പറഞ്ഞിട്ടുള്ളൂ. സഭയെ സംബന്ധിച്ച് ഇതുപോലെ 2-3 ഘട്ടമൊന്നുമില്ല. 3 ഘട്ടമായിട്ടൊന്നുമല്ല സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നു. ഒറ്റ ഘട്ടമുള്ളൂ. സഭാപദവി വേണ്ടെന്നൊരു നിലപാടുണ്ട്, MLA MP വേണ്ടെന്നൊരു നിലപാടുണ്ട്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുക തന്നെ വേണം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ഇസ്രായേലിനോട് പറഞ്ഞു, നാളെ ഇനിയിപ്പം ചെല്ല് പറയുന്നുണ്ട്, നാളെ എനിക്ക് ഇന്നത് വെളിപ്പെട്ടാൽ ഞാൻ ഈ പഠിപ്പിച്ചത് തിരുത്തിയിട്ട് നാളെ വേറെ പഠിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ കൂട്ടായ്മയില്ലാത്തവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടല്ലല്ലോ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. അപ്പോൾ ലോകത്തിൽ നമ്മൾ മനുഷ്യരോട് ഇടപെടണം, അവരോട് സഹകരിക്കണം എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വല്ലാതെ അങ്ങ് ഒറ്റപ്പെടുമ്പോൾ നമ്മളെ വേറൊരു രീതി കാണുന്നു. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ ജയിലിൽ ഇത്ര പാസ്റ്റർമാർ കിടക്കുന്ന പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്നു. എന്തിനാ കരയുന്നത്? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ അവരും കൂടെ ഉടന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ. പൗലോസിന്റെയും പത്രോസിന്റെയും കാലത്ത് നടന്നത് ഇന്നും നടക്കും. എൻ്റെ ആധാർ കാർഡോ ഇലക്ഷൻ കാർഡോ അത് ദൈവം വെച്ചിരിക്കുന്ന നിയമപ്രകാരം എൻ്റെ ആത്മീയത്തെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ കൊല്ലപ്പെടാൻ വരെ സാധ്യത. ഞാൻ അതിന് തയ്യാറായി ജീവിക്കുന്നു. അത് കുറച്ചുകൂടി ഒരു ഭയങ്കരമായ തീവ്രവാദ മനോഭാവത്തിലല്ല. അത് തീവ്രവാദമല്ല. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വ്യാജം പറയാതെ, കള്ളം പറയാതെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാൻ പറ്റുമെന്നുണ്ടോ? പെന്തക്കോസ്ത് സമൂഹത്തിന് കേരള സർക്കാർ സഭാപദവി നൽകി അംഗീകരിക്കുകയാണ്. കേരളത്തിലെ ഒരു വിഭാഗം പെന്തക്കോസ്ത് സമൂഹം അതിനെ വലിയ അംഗീകാരമായി കാണുമ്പോൾ തന്നെ അങ്ങനെ സർക്കാർ അനുവദിക്കുന്ന പ്രത്യേക പദവികളോ പെന്തക്കോസ്തിൽ നിന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ ചുവടുവയ്പ്പോ വേണ്ട എന്ന അഭിപ്രായമുള്ളവരും അതിനെ നിശിതമായി എതിർക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. സഭയിലേക്ക് ലോകം കടന്നുകൂടുകയാണ് എന്നൊരു ചിന്തയാണ് അതിൻ്റെ പിൻപിൽ. നമ്മൾ ഈ ലോകത്തിൻ്റെ ഇച്ഛകൾക്ക് തോടേണ്ടവരാണോ? സഭയിലേക്ക് ലോകം കടന്നു വരികയാണോ? സഭാപദവി നമുക്ക് അനിവാര്യമാണോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് പ്രൈം ഫോക്കസ് ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മലയാള പെന്തക്കോസ്ത് ലോകത്ത് പ്രഭാഷകരുടെ ഇടയിൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധനായ പ്രസംഗകൻ പാസ്റ്റർ ജോബി ടി അലക്സ് കുമരകമാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. പാസ്റ്ററെ, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം. നമ്മുടെ സർക്കാർ അടുത്തൊരു ഇലക്ഷനോട് സമീപിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പെന്തക്കോസ്ത് സമൂഹത്തിന് സഭാപദവി നൽകി. ആദ്യം ചിന്തിക്കുന്ന ഒരാൾക്ക് അതൊരു ഇലക്ഷനോടനുബന്ധിച്ചിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാമെങ്കിലും പ്രധാനപ്പെട്ട സഭകളുടെ എല്ലാ നേതാക്കന്മാരും മുഖ്യമന്ത്രിയെ ചെന്ന് കാണുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ പരിണിതഫലമായി നാളുകളുടെ നീക്കമായിട്ടാണ് ഈ ഒരു സഭാപദവി എന്നൊരു നിലയിലേക്ക് പെന്തക്കോസ്ത് സമൂഹം എത്തിച്ചേരുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടോ? നമ്മൾ ഭരണകൂടത്തോട് ചേർന്ന് അത് അംഗീകരിക്കേണ്ടേ, അതോ ആ പദവി നമ്മൾ വേണ്ടെന്ന് വെക്കണം? എങ്ങനെയാണ് നമ്മൾ അതിനോട് സമീപിക്കേണ്ടത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ദൈവസഭ എന്ന് പറയുന്നത് തികച്ചും സമയങ്ങളെടുത്ത് പറയേണ്ടതാണെങ്കിലും ചുരുക്കി പറയാം.
ദൈവസഭയ്ക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് ദൃശ്യസഭ, രണ്ട് അദൃശ്യസഭ. അദൃശ്യസഭയിൽ ഒറ്റ ഇടയനെയും ആ അധികാരി കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ലോകത്തിൽ ദൃശ്യസഭകളുണ്ട്. പെന്തക്കോസ്തിൻ്റെ തന്നെ വിവിധ പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ലോക്കൽ ചർച്ചുകളുണ്ട്. അവയുടെ മേലെ ഇടയന്മാരുണ്ട്. സ്വർഗത്തിലെ ഇടയൻ അതിന് ആലോചന പ്രാപിച്ച് ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രകാരം ഒരു കൂട്ടം ജനത്തെ ഒരുക്കാനാണ് താഴെ ഇടയന്മാരും ചർച്ചുകളും ഉണ്ടായി. എന്നാൽ യഥാർത്ഥ ദൈവസഭ എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിക്കുന്നതല്ല. ദൈവസഭയിലെ അംഗങ്ങൾ, അദൃശ്യ സഭയിലെ അംഗങ്ങളായിട്ട് ഉറപ്പ് പ്രാപിച്ച ആരും ഈ ലോകത്തിൻ്റെ ഭരണകൂടങ്ങൾക്ക് പുറകെ അധികാര പദവികൾക്ക് വേണ്ടി പോകില്ല. അതിന് കാരണം യേശുക്രിസ്തുവിനെ തന്നെ ഇവിടത്തെ ഭരണാധികാരങ്ങളോ നീതി തെളിഞ്ഞിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം. ഇവനിൽ യാതൊരു കുറ്റവും ഇല്ല എന്ന് എല്ലാ നീതിന്യായ കോടതികളും തെളിയിച്ചിട്ടും ഒടുവിൽ യേശു തന്നെ ജനകോടതിയോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ? ഒരാൾ പോലും കയറി നിന്ന് യേശു ഇന്ന കുറ്റക്കാരനാണെന്ന് പറയാൻ വരാതിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടുത്തെ മതമായ അന്നത്തെ ഏറ്റവും വലിയ യഹൂദ മതം, രാഷ്ട്രീയവും യഹൂദ മതവും കൂടെ ചേർന്നാണ് യേശുവിനെ പാപപരിഹാരത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടണമെങ്കിലും തള്ളിക്കളയപ്പെട്ടുകൊണ്ടാണ് ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ആത്മീയമായി ചേർക്കപ്പെടുന്ന കൂട്ടമാണ് യഥാർത്ഥ സഭ. ആ സഭയ്ക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ BJPക്കാരുടെയോ അവരെയൊക്കെ ബഹുമാനിക്കുന്നു, ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ അവരുടെ നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരം യഥാർത്ഥ ദൈവസഭയ്ക്ക് ആവശ്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമല്ല, ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. അതിപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബൈബിൾ പരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത്? നമുക്ക് ഈ സഭാപദവിയുടെ അനിവാര്യത ഇല്ല എന്ന് നമ്മൾ ബൈബിൾ പരമായിട്ട് ഒന്ന് വ്യാഖ്യാനിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ പരമായിട്ട് പറയുമ്പം ഞാൻ ഇന്നലെ നമ്മുടെ സഹോദരന്മാരുടെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ദൈവദാസന്മാരും അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരോട് എനിക്ക് വണക്കമില്ല. അവർക്ക് എന്നെയും വിമർശിക്കാം, എനിക്ക് അവരെയും പറയാം. അത്ര ബന്ധം ഞങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ട്. അപ്പം അവർ പറയുന്ന വാക്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. പൗലോസ് കൈസറുടെ മുമ്പാകെ അഭയം ചൊല്ലി, അതുകൊണ്ട് നമുക്കും അഭയം ചൊല്ലാം. അങ്ങനെ ഒരു ഭാഗം അവിടെ എഴുതിയിട്ടില്ല. ഈ കൈസറുടെ മുമ്പാകെ അഭയം ചൊല്ലി എന്ന് പറയുന്നത് വ്യക്തമായി തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ല. അവിടത്തെ അധികാരങ്ങളുടെ മേൽ എത്ര കണ്ട് ആ ദൈവസഭയ്ക്ക് അതിൻ്റെ മുകളിൽ അധികാരമുണ്ടെന്ന് തെളിയിക്കുക ചെയ്യും. ഇപ്പോൾ തന്നെ പൗലോസിന്റെ കയ്യിൽ ഇത് നിയമപ്രകാരം വേണേ പോകാം. പൗലോസ് അധികാരം യൂസ് ചെയ്യാനായിരുന്നെങ്കിൽ, ലോകപ്രകാരമുള്ള അധികാരം യൂസ് ചെയ്യാനുള്ളതായിരുന്നെങ്കിൽ അടിക്കുന്നതിന് മുമ്പേ പറഞ്ഞേനം, ഇങ്ങനെ ഒരു ഇടപാടുണ്ട്, ഞാൻ കണ്ട് ഈ നിയമം പഠിച്ച ആളാ എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്തേ. പക്ഷെ അടി കൊണ്ട് തകർക്കപ്പെട്ട് എല്ലാം കഴിഞ്ഞിട്ടാ പൗലോസ് പറയുന്നത്, ഒരു റോമാ പൗരനെ വിസ്താരം കൂടാതാണോ അടിക്കുന്നത്? താൻ ആ അധികാരം യൂസ് ചെയ്യായിരുന്നെങ്കിൽ, ലൗകിക അധികാരം യൂസ് ചെയ്യായിരുന്നെങ്കിൽ താൻ ആദ്യം തന്നെ പറഞ്ഞേനെ. ഇത് വഴിനീളെ അർത്ഥനഗ്നനായി വലിച്ചു കൊണ്ടുപോയി കാലും കയ്യും ആമത്തിലൊക്കെ ഇട്ട് പൂട്ടിയ ശേഷം പല കാര്യങ്ങളും അനുഭവിച്ച ശേഷം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണ്, ഇത് ഇവർ ലോകത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല. കൈസരിൽ അഭയം ചൊല്ലി എന്നൊക്കെ നമ്മുടെ മലയാളം ബൈബിളിലെ എഴുത്തിന്റെ പ്രയോഗങ്ങളാണ്. അഭയം ചൊല്ലി എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കണേ, ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ലേ എന്നുള്ള ഭാവമൊന്നുമല്ല. അവിടെ താഴെ മോളും വായിക്കുമ്പോൾ കൃത്യമാണ്. പിന്നെ ആരാണ് പൗലോസിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്? ഈ കൈസരാണ് അല്ല, ദൈവം തന്നെ രക്ഷിക്കുന്നു. അവിടത്തെ ഭൂമി കുലുക്കി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നത് ഒരധികാരികളുമല്ല. അതിനാൽ തന്നെ മുറിവാക്യം കൊണ്ട് ദൈവമക്കളെയും പുതിയ തലമുറയും വഞ്ചിക്കാൻ സാത്താൻ ചിലരെ അല്പനേരത്തേക്ക് കൈകൾ ഉപയോഗിക്കും. ഞാൻ അവര് പിശാചിനാൽ നിരന്തരം ഉപയോഗിക്കപ്പെടുന്നവരാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദൈവവചനത്തിന്റെ ആധികാരികത ഞാൻ പറയും. പത്രോസിനെ കർത്താവ് ഒരു നിമിഷം പോ സാത്താനെ എന്ന് വിളിച്ച പോലെ വിളിക്കേണ്ട കേസാണിത്. ഒരല്പസമയത്തേക്ക് ഇത്തരം കാര്യങ്ങളെ ചില ദൈവദാസന്മാരെ പോലും
അടുത്തൊരു തലമുറയെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച പോലെ ചതിക്കാൻ ഉപയോഗിക്കുക. രണ്ടിനോട് ചേർത്ത് പറയാം, തികച്ചും ആദ്യം തന്നെ ദേവദാസൻ ജിനു പറഞ്ഞു, ഇത് ഇലക്ഷന് വേണ്ടിയല്ല, വോട്ടിന് വേണ്ടിയല്ല. അത് നമ്മുടെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇവിടെ നമ്മളെ ആദരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി ആദരിക്കുന്നതും അംഗീകാരം തരുന്നു, ഈ ഭരണം അംഗീകരിക്കുന്നത്. ഇപ്പം ഭരണമെന്ന് പറയുന്നത് നിയമപ്രകാരമൊന്നും അല്ലല്ലോ. അതാത് രാഷ്ട്രീയ പാർട്ടി അവർക്ക് ഇഷ്ടമുള്ള പോലെ നിയമം കയ്യിലെടുത്ത് ഭരിക്കുകയാണ്. അതിപ്പോൾ എനിക്ക് പറയുന്നതിന് പേടിയൊന്നുമില്ല. BJP ഇന്ത്യ ഭരിക്കുമ്പോൾ അവർ നിയമം കയ്യിലെടുത്ത് അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. ഏത് പാർട്ടി ജയിച്ചു വരുന്നോ അവർ ആ നിയമത്തിന് വിധേയരായിട്ടാണ്. ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. രണ്ടും അങ്ങനെ. എനിക്ക് അങ്ങനെ പ്രത്യേക പാർട്ടിയോട് പ്രത്യേക മമതയൊന്നുമില്ല. ആകട്ടെ. അപ്പൊ ഇനിയിപ്പം അഥവാ സഭാപദവി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണമല്ലേ ഉണ്ടാകുന്നത്? ഇപ്പൊ സഭാപദവി ലഭിച്ചു, സർക്കാരിന്റെ അംഗീകാരം, ഒരു ന്യൂനപക്ഷ പദവിയാണ് കിട്ടുന്നത്. ആ ന്യൂനപക്ഷ പദവി മൂലം സർക്കാർ മേഖലകളിൽ ജോലിയുടെ ലഭ്യത, അങ്ങനെയുള്ള പരിഗണനകളൊക്കെയാണ് ഈ സഭാപദവി മുഖാന്തരം ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ സമൂഹത്തിനൊരു മുന്നേറ്റത്തിന് കാരണമല്ലേ? അതോ സഭാപദവി നമുക്ക് ദോഷമായിട്ട് ബാധിക്കുമോ? തീർച്ചയായിട്ടും സഭാപദവി നമുക്ക് ദോഷമായി ഭവിക്കും. ഇപ്പോൾ ഇതിന് സൈഡ് പറയുന്ന പ്രമുഖരായ ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ റേഷൻ കാർഡിൻ്റെ പോലും നിറം പറ്റി നമുക്കൊരൗദാര്യവും കൈപ്പറ്റണ്ടെന്ന് പ്രസംഗിച്ചിട്ടുള്ളവരാണ് നിലവിൽ ഞാൻ മുന്നിലിരുന്ന് കേട്ടിട്ടുണ്ട്, ഒപ്പം ഇരുന്ന് കേട്ടിട്ടുണ്ട്. യൂട്യൂബുകളിൽ തെളിവുകൾ കിടപ്പുണ്ട്. ഇവിടുത്തെ റേഷൻ കാർഡിൻ്റെ പോലും കളറുകൾ നോക്കിയുള്ള ഔദാര്യം പറ്റാൻ പോകരുതെന്ന് പ്രസംഗിച്ചവർ തന്നെ ഇപ്പോൾ തിരിഞ്ഞ് ഇതിനോട് പക്ഷത്ത് നിൽക്കുന്നു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അത് എനിക്കും പ്രിയപ്പെട്ടവരാണ്, സ്നേഹമുള്ളവരാണ്. പക്ഷേ ഇത്തരം ഇടപാടുകളോട് എനിക്ക് അവരുമായിട്ട് ആ രീതിയിലുള്ള ആത്മീയ ബന്ധമില്ല. ഇല്ല. അപ്പൊ ഈ പദവി നമുക്ക് എങ്ങനെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് മുന്ന് നടന്ന സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ്. കുസ്തന്തീനോസിന്റെ കാലത്ത് റോമാ ഗവൺമെന്റിനാൽ ദൈവസഭയെ ഇതുപോലെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചരിത്രം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ആ അംഗീകാരം കൈക്കൊണ്ട അന്നു മുതൽ സഭയ്ക്കകത്തേക്ക് അന്നും ഗുണങ്ങൾ പറഞ്ഞത് ഉണ്ടാകും. പക്ഷേ ക്രൈസ്തവ സഭയിലേക്ക് ഇരുട്ട് കടത്തി വിടുക ചെയ്തു. അങ്ങനെ ഒരു സമൂഹത്തെ തന്നെ വചനത്തിന് വിരുദ്ധമായ ആരാധനയിലേക്ക് ഒരു തലമുറയെ തന്നെ കൊണ്ടുപോയ ചരിത്രം നമ്മുടെ പിൻപിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ പള്ളികളിലുള്ള ഇന്നത്തെ കന്യാമറിയത്തെ മധ്യസ്ഥയാക്കുന്നതും രക്ഷകയാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് വന്നത് ഇത്തരം റോമാ ഗവൺമെന്റ് ആ കാലത്ത് സഭയെ കുസ്തന്തീനോസിന്റെ കാലത്ത് അംഗീകരിച്ച ഘട്ടത്തിലാണ് സഭ ഇനിയിപ്പോ ഇവര് പറയുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം. ഇവർ ഇന്ന വസ്ത്രം ഇടാൻ നിയമപ്രകാരം കൊണ്ടുവന്നാൽ, കോടതി കൊണ്ടുവന്നാൽ അത് നമ്മൾ ചെയ്യേണ്ട വരും. പക്ഷെ ദാനിയേലും ശദ്രക്കും മേശക്കും അഭേദനകവും ഒക്കെ നിന്നതുപോലെ നിൽക്കാൻ കഴിയുന്നതാണ് സഭയെന്ന് പറയും. അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒന്നും രാജ്യത്തിന്റെ നിയമങ്ങൾ കീഴടങ്ങാൻ ദൈവവചനം പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രമാണവും നിത്യതയും നഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടുത്തെ അധികാരങ്ങൾക്ക് കീഴടങ്ങാൻ പറഞ്ഞു. അല്ലാത്ത പക്ഷം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താലും ഇതിന് കീഴടങ്ങരുമെന്നാണ് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഒരു തലമുറയെ ദൈവവചനത്തിന്റെ യഥാർത്ഥ വ്യവസ്ഥയിൽ നിന്ന് തെറ്റിച്ചു വിടുക. ഞാൻ മനസ്സിലാക്കി ഇതിനനുകൂലം നിൽക്കുന്നവരെ ഞാൻ ശരിക്കും പഠിച്ചിട്ടായിരിക്കുന്നത്. സിനിമ കണ്ടാൽ കുഴപ്പമില്ല, സിനിമാ പാട്ട് കൊടിയ കുഴപ്പമില്ല, ഇവിടുത്തെ ലോകത്തിലെ പ്രോഗ്രാമിന് പോകണമെന്നും കൂടെ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ കാര്യത്തിന് കൂട്ടു നിൽക്കുന്നത്. ശരിക്കും വഞ്ചകനായ സാത്താന്റെ അവസാന തന്ത്രം ദൈവസഭയെ, തലമുറയെ യഥാർത്ഥ ദൈവിക ഉപദേശത്തു നിന്ന് പിന്തിരിക്കാനുള്ള വലിയൊരു തന്ത്രമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഈ കുസ്തന്തീനോസിന്റെ കാലത്ത് ആദിമസഭയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ അന്ന് ഗവൺമെന്റിന്റെ അംഗീകാരം സഭയ്ക്ക് ലഭിച്ചപ്പോൾ സഭയ്ക്കകത്തേക്ക് ഗവൺമെന്റിൻ്റെതായ ചില കാര്യങ്ങളും കൂടെ കടന്നുകൂടി അങ്ങനെ സഭയ്ക്ക് അത് നാശം സംഭവിച്ചു. അപ്പൊ ഈ നൂറ്റാണ്ടിലെ സഭയ്ക്കും സർക്കാർ ഈ പദവി അംഗീകരിക്കുമ്പോൾ സർക്കാരിൻ്റെതായ ചില മാനങ്ങൾ സഭയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് സഭയ്ക്ക് ദോഷം ചെയ്യും എന്നാണ് പാസ്റ്റർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി മുൻപിലേക്ക് നമ്മൾ പോയാൽ ഇപ്പൊ പറയുന്ന രണ്ടാമതൊരു കാര്യം,
നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത് ഒരു MLA MP ഒക്കെ പെന്തക്കോസ്ത് സമൂഹം 25 ലക്ഷത്തിലധികം വരുന്ന ഒരു സമൂഹമാണ്. ഒരു ഇലക്ഷനെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ വോട്ട് ജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സ്വാധീനം ഇപ്പം നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ നിന്നും ഒരു MLA MP ഒക്കെ ആകാം. അത് ഇപ്പം യോസഫിനെ പോലുള്ള ആളുകൾ, ദാനിയേലിനെ പോലുള്ള ആളുകൾ, എസ്തേറിനെ പോലുള്ള ആളുകൾ ഭരണസാരഥ്യത്തിൽ എത്തിയാണ് ആ ജനത്തിന് ഗുണകരമായിട്ടുള്ളത്. നമ്മളിൽ നിന്ന് ഒരാൾ അങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമല്ലേ? ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ജോസഫിന്റെ മന്ത്രി പദവിയോ, എസ്തേറിന്റെ രാജ്ഞി പദവിയോ, ദാവീദിന്റെ രാജപദവിയോ ഒന്നും പുതിയ നിയമസഭയ്ക്ക് അത് ബാധകമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ലേഖന ഭാഗങ്ങൾ ഗൗരവമായി പഠിക്കുന്ന എല്ലാവർക്കും മുന്നമേ തന്നെ മനസ്സിലായിട്ടുള്ളൂ. നമ്മൾ ഇത് വരുമ്പോൾ മാത്രം സഭയോട് എങ്ങനെയാ ഈ ജോസഫിനെയും ദാനിയേലിനെയും ഒക്കെ ചേർക്കാൻ പറ്റുന്നു? ഒരിക്കലും പറ്റില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി വളച്ചൊടിക്കാൻ. എസ്തേർ എന്തുകൊണ്ടാണ് രാജ്ഞിയാകേണ്ട വന്നത്? ശരിക്കും ചരിത്രം പഠിക്കുമ്പോൾ ഈ വേദപണ്ഡിതന്മാരെന്ന് നമ്മൾ പറയുന്ന, നമ്മൾ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ട കാര്യം പറയാം. പ്രവാസത്തിൽ നിന്ന് ആളുകൾ 2-3 ഘട്ടമായി തിരിച്ചു പോയിട്ടും ഈ അധികാര പദവിക്കകത്ത് ഇവിടെ കിടക്കേണ്ട വന്നവരാന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഇവിടത്തെ കല്യാണം പോലും കഴിക്കേണ്ട വന്നു. എന്നിട്ട് അവര് അവിടെ കിടന്ന് കഷ്ടം അനുഭവിക്കേണ്ട ഒരു പദവിയിലേക്ക് വരേണ്ട വന്നു. പ്രവാസത്തിൽ നിന്ന് പോകേണ്ട സമയത്ത് പോകും. സഭയെ സംബന്ധിച്ച് ഇതുപോലെ 2-3 ഘട്ടമൊന്നുമില്ല. 3 ഘട്ടമായിട്ടൊന്നുമല്ല സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നത്. ഒറ്റ ഘട്ടമുള്ളൂ. ആ ഘട്ടത്തിൽ ഒറ്റയടിക്ക് കണ്ണിമയ്ക്ക് നേരം കൊണ്ട് എടുക്കപ്പെടേണ്ട സഭയ്ക്ക് പഴയ നിയമത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ, പഴയ നിയമം വേണ്ടാന്ന് പ്രസംഗിക്കുന്ന ഉപദേശിയല്ല ഞാൻ, ഒരിക്കലുമല്ല. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാനും പഴയ നിയമത്തെ ബഹുമാനത്തോടെ വിളിക്കുന്നു വിശുദ്ധ രേഖ എന്നാണ് റോമാലേഖനം 1-ാം അധ്യായം. വിശുദ്ധ രേഖ എന്നതിനെ അഭിസംബോധന ചെയ്തത് പഴയ നിയമത്തിന്റെ ഓരോ ചരിത്രങ്ങളും യേശുക്രിസ്തുവിനെയും മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ക്രിസ്തു വെളിപ്പാടിനെ കാണിക്കുന്നുണ്ടാണ്. അതൊഴിച്ചാൽ അവിടുത്തെ രാജഭരണവും മറ്റൊന്നും സഭയ്ക്ക് ബാധകമല്ല. സഭയ്ക്ക് ഭരണമെന്ന് പറയുന്നത് പ്രധാനമായും സഭാഭരണത്തിലാക്കി വെച്ചിരിക്കുന്നത്. 1-ാമത്തെ സഭ ലോകത്തിന്റെ സിസ്റ്റമല്ല. സഭയെന്ന് പറയുന്ന ഒരുമാതിരി നമുക്ക് മനസ്സിലാക്കാൻ വേദപുസ്തകം ആഴമായി കൊടുത്തിരിക്കുന്ന ക്രിസ്തു തല, പല അവയവങ്ങളാകുന്ന നാം ഏക ശരീരം. അവിടെ ഭരണം നടത്തുന്നത് ഒറ്റ തലയുടെ അധികാരമാണ്. ഇനി ശുശ്രൂഷകർ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും, ഇവരെ കൺട്രോൾ ചെയ്യുന്ന തലയാ. കാരണം ഈ 5 ഒറ്റയാളാണ്. 1-ാമത്തെ അപ്പോസ്തലൻ ആരാന്ന് ചോദിച്ചാൽ പത്രോസ് അല്ല. മനുഷ്യരുടെ ഇടയിൽ നിന്ന് പത്രോസ് ആയിരിക്കാം നമ്മൾ സ്ഥാനം കൊടുക്കുന്നത്. മനുഷ്യന് കൊടുക്കുന്നൊരു സ്ഥാനമാണ്. ദൈവം 1, 2 ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പത്രോസിന് ഒരു സ്ഥാനം വേദപുസ്തകം കൊടുത്തിട്ടുണ്ട്. എന്നാൽ പത്രോസിന് മുൻപ് അപ്പോസ്തലനുണ്ട്. എബ്രായ ലേഖനം 3 പറയുന്നുണ്ട്, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും പ്രവാചക മഹാപുരോഹിതനുമായ യേശുക്രിസ്തു അല്ലേ? അപ്പം ആ അപ്പോസ്തലിൽ നിന്നാണ് താഴത്തെ അപ്പോസ്തലന്മാര് പഠിക്കുന്നത്. അല്ലാതെ പിണറായി സഖാവിൽ നിന്നോ നരേന്ദ്രമോദിയിൽ നിന്നല്ല നമ്മൾ എന്തും നേരുണ്ട്. ഇനി നമ്മുടെ വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആത്മീയ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് പഴയ നിയമത്തെ യൂസ് ചെയ്യാൻ പറ്റൂ. ജഡപ്രകാരം ഒരു കാര്യവും അതിലേക്ക് ഇത് ചെയ്യാൻ പഴയ നിയമം ഉതകുന്നതല്ല. ശരി. അപ്പൊ നമുക്ക് സഭാപദവി വേണ്ടെന്നൊരു നിലപാടുണ്ട്, MLA MP വേണ്ടെന്നൊരു നിലപാടുണ്ട്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുക തന്നെ വേണം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ഇസ്രായേലിനോട് പറഞ്ഞു, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ലെന്ന അക്കാലത്ത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ചോരത്തളി ആചരിച്ച് വീണ്ടെടുപ്പ് കനാനിലേക്ക് യാത്ര ചെയ്തിട്ട് കനാൻ എന്ന പദ്ധതിക്കകത്തുകൂടെ ഒരു രാജ്യത്തെ പുറത്തു കൊണ്ടുവരികയും ആ രാജ്യം പുറത്തു കൊണ്ടുവന്ന് അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് തന്നെ ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരാനാണ്. ആ ക്രിസ്തുവിൽ നിന്ന് ജാതികളിലെയും കൂടെ വീണ്ടെടുപ്പ് സ്ഥാപിച്ച എഫേസ്യ ലേഖനം 2 അടിസ്ഥാനത്തിൽ ദൂരസ്ഥരായിരുന്ന ജാതികളെയും സമീപസ്ഥരായിരുന്ന യഹൂദനെയും തൻ്റെ ശരീരത്തിൽ ഒന്നാക്കിക്കൊണ്ട് ദൈവത്തോട് നിരപ്പിച്ച ഏക ആത്മാവിനെ കൊടുത്ത സഭയുടെ ഭരണം ഒരിക്കലും ആ ലോകത്തിന്റെ ഭരണത്തോട് കൂട്ടിക്കെട്ടുന്നെങ്കിൽ അത് ദൈവികമല്ലെന്ന് പറയാൻ ആയിരക്കണക്കിന് ആളുകളുടെ സപ്പോർട്ടൊന്നും എന്നെപ്പോലുള്ള ആളുകൾക്ക് വേണ്ട. പുറത്തു നിന്ന് 1000 പേര് കൂക്ക് വിളിച്ചാലും വേദപുസ്തകമാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന 2 വ്യക്തികളാണ്
ബാബുച്ചെറിയാൻ പാസ്റ്ററും ടി ജെ ശൗമേൽ പാസ്റ്ററും ഇന്നും എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അവരല്ല എനിക്ക് ഒന്നാമത്, അവരല്ല വലിയ ആളുകൾ. എനിക്ക് ഏറ്റവും വലുത് വേദപുസ്തകത്തിന്റെ എഴുത്താണ്, ദൈവവചനമാണ്, ദൈവമാണ്. അതിനപ്പുറത്തോട്ടല്ല ഇവരാരും. അവരബദ്ധം പറ്റി അവരുടെ ഏതോ ഒരു നിർണായക ഘട്ടത്തിൽ ആരുടെയൊക്കെയോ സ്വാധീനം കൊണ്ട് പറഞ്ഞു, അവർ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്, പറഞ്ഞു പറയിച്ച രീതിയിലാണെന്നുള്ള ഘട്ടത്തിലേക്ക് അവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പം അവരൊരു നിമിഷത്തേക്ക് ചിലപ്പോൾ അവർ പോയി നാളെ കർത്താവ് തെറ്റുപറ്റി എന്ന് പറയാൻ സാധ്യത. അവർ തെറ്റുകൾ തിരുത്തിയിട്ടുള്ള ആളുകളാണ്, എനിക്കും തെറ്റ് പറ്റിയിട്ടുള്ള ആളുകളാണ്, അത്രയും നാളെ തിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവവചനത്തിന് തെറ്റു പറ്റത്തില്ല. നാളെ ഇനിയിപ്പം ചെല്ല് പറയുന്നുണ്ട്, നാളെ എനിക്ക് ഇന്നത് വെളിപ്പെട്ടാൽ ഞാൻ ഈ പഠിപ്പിച്ചത് തിരുത്തിയിട്ട് നാളെ വേറെ പഠിപ്പിക്കുമെന്ന്. അത് പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ കൂട്ടായ്മ ഇല്ലാത്തവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് ഭരണം നടത്തുന്ന ഒരാൾക്ക് വേദപുസ്തകത്തെ നാളത്തെ കഴിഞ്ഞ് തിരുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഉറപ്പിച്ച് കിട്ടിയത് ഉറപ്പാണ്. പരിശുദ്ധാത്മാവിനാലാണ് കേട്ടവർ നമ്മൾക്ക് ഉറപ്പിച്ചു തന്നെ. ആ ആത്മാവിന്റെ അധികാരത്തിൽ നടക്കുന്ന ആളുകൾക്ക് തിരുത്തപ്പെടാം. അവർക്ക് വചനത്തിന് പ്രാധാന്യം. അല്ലാതെ ബഹുമാനപ്പെട്ട ടി ജെ ശമുവൽ സാറോ നാളെ വത്സരം ബർഹാം സാറോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഭാ നേതാക്കന്മാരോ ഒന്നും, ഭൗതിക സഭയുടെ നേതാക്കന്മാരോ ഒന്നും അല്ല നമുക്ക് മുൻപിൽ. നമുക്ക് മുമ്പിൽ വേദപുസ്തകവും ദൈവമാണ്, ദൈവവചനത്തിന്റെ പ്രമാണമാണ്. അതിലും വലുതല്ല ഇവരാരും. ഞാൻ അവരെ ബഹുമാനിക്കുന്നു കേട്ടോ. അപ്പൊ തന്നെ വേദപുസ്തകത്തിന്റെ പക്ഷത്തുനിന്നുകൊണ്ട് ഞാൻ അവരെ ശക്തമായിട്ട് ഈ കാര്യത്തിൽ എതിർക്കുന്നു. ഇപ്പൊ നമുക്ക് ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള സംസർഗവും വേണ്ടെന്നുണ്ട്. ഇപ്പൊ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 5 യാതൊരു വിധത്തിലുള്ളതും ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് പറയുമ്പോഴും അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോട് അല്ലല്ലോ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. അപ്പൊ ലോകത്തിൽ നമ്മൾ മനുഷ്യരോട് ഇടപെടണം, അവരോട് സഹകരിക്കണം എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ വേറൊരു രീതി കാണത്തില്ലേ? ഇത് പൗലോസ് ആ വാക്യം ഞാൻ നിരന്തരം സഭയ്ക്കകത്ത് പഠിപ്പിക്കുന്ന ഒരു വാക്യം, എൻ്റെ മിക്ക പ്രസംഗം. പൗലോസ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത് എന്തിനാ? നമുക്ക് വേദപുസ്തകത്തിന്റെ റൂട്ട് അറിയാവുന്ന ആളുകളല്ലേ. ഒരുവൻ പിന്മാറ്റത്തിലേക്ക് പോവാം. ദൈവസഭ ഒരിക്കൽ ശുദ്ധീകരിച്ച രക്തത്തെ എബ്രായ ലേഖനം പറഞ്ഞ മലിനമെന്നിട്ട് പോവുകയാണെങ്കിൽ അവനുമായിട്ട് യാതൊരു ഇടപാടും പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഞാനിത് ലോകക്കാർക്ക് ഒരേ ലിസ്റ്റ് ഇട്ടിട്ട് പറയാം, ലോകക്കാരെ കുറിച്ചല്ല പറയും. എന്ന് വെച്ചാൽ അവിടെ ലോകക്കാരുടെ കൂടെ ഷാപ്പിൽ പോകാനോ അവരുടെ കൂടെ രാഷ്ട്രീയം കളിക്കാൻ പോകാനോ അല്ല ഉദ്ദേശിച്ചത്. അവരെ ക്രിസ്തു സഭയിലേക്ക് ആനയിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പാപികളെ നമ്മൾ ചേർത്ത് നിർത്തണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമുക്ക് അധികാരസ്ഥാനത്ത് പോകാനൊന്നുമല്ല. ഞാൻ തെളിവ് വരെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചൊരു കാര്യം, നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മൾ താമസിക്കുന്ന അയലോക്കത്ത് ഒരു വ്യഭിചാരിയായ സ്ത്രീ ഉണ്ടെന്നിരിക്കട്ടെ. ബൈബിൾ വ്യഭിചാരിയായ സ്ത്രീകളെ കുറിച്ച് യേശുവിന്റെ കാലത്ത് യേശു അവരോട് ഇടപെട്ട കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. നാട്ടുകാർ കൂടി അവരെ പിടിക്കുകയോ പോലീസ് അവരെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ തക്കതായ നിയമം എടുക്കുമ്പോൾ നമ്മൾ ആ കൂടെ കൂടി അവൾ അങ്ങനത്തെ അവളായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവളെ പോലീസ് പിടിക്കണം, അവളെ തൂക്കിക്കൊല്ലണം എന്നൊന്നും പറയാൻ പാടില്ല. തികച്ചും നമ്മൾ അവളെ ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ, ഇടത്തിലല്ല ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ സ്നേഹിക്കുകയും നമ്മൾ കഴിവതും ആ നീറി നിൽക്കുന്ന ആ പാപിയായി ലോകം കാണുന്ന അല്ലെങ്കിൽ പാപിയായ തന്നെ ഇരിക്കുന്ന ആ സ്ത്രീയുടെ ഞാനോ എൻ്റെ ഭാര്യയോ കൂടെ ചെന്നിട്ട് സഹോദരി ഇതിനൊക്കെ മാറ്റം വേണം, നമുക്ക് കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ദൈവസ്നേഹത്തിലുള്ള ചേർത്ത് നിർത്തലാ പറയുന്നത്. അല്ലാതെ നമ്മൾ ആ ലോകത്തിലേക്ക് പോയി അവരുമായിട്ട് കൂട്ടുകൂട്ടി നാളെ സമരം ചെയ്ത് ഇംഗില വിളിക്കാനും ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്ന വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. ഇപ്പം ഭരണതലത്തിൽ നിൽക്കുന്നവരെ കുറിച്ച് മൊത്തത്തിൽ ദാനിയേൽ പ്രവചനം എന്നാ പറഞ്ഞിരിക്കുന്നത്? 4-ാം അധ്യായം 17-ാം വാക്യം പറയുന്നുണ്ട്, അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു. അടുത്ത വാക്യം എങ്ങനെയാ? ബോധിച്ചവർക്ക് താൻ അത് കൊടുക്കുന്നു. പക്ഷെ അടുത്തത് വായിക്കുമ്പം നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോകരുത്. അധമന്മാരെ ദൈവം അധികാരമേൽപ്പിച്ചു. രാജ്യങ്ങളുടെ അധികാരത്തിൽ വരുന്നത്, ഭൗതിക അധികാര സ്ഥാനങ്ങളിൽ ഭരിക്കാൻ വരുന്നത്, എനിക്ക് ഭയമല്ല വേദപുസ്തകം പറയുന്നത്, അധമന്മാരുടെ കയ്യിൽ രാജ്യം ഭരിക്കാൻ കൊടുത്തിരിക്കുക. നാളെ ഞാനും നിങ്ങളും കൊടി പിടിച്ച് MLA MP ആകുമ്പോൾ നമ്മളും ആരാകുകയാണ്? വേദപുസ്തക അടിസ്ഥാനത്തിൽ അധമന്മാരാകാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇവരെ പോലുള്ള ആളുകൾ. പരിശുദ്ധാത്മാവിൽ ഞാൻ അതിനെതിരെ ഒരു പിന്തുണയും മനുഷ്യരുടെ വേണ്ടാതെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇന്നത്തെ ദൈവസഭയ്ക്ക് വേണ്ടി പുതിയ തലമുറയെ ദൈവകൃപയെ നിർത്താൻ വേണ്ടി ഞാൻ എന്ത് നിന്നെയും സഹിച്ച് അത് അങ്ങനെ തന്നെ പറയുന്നു. ഇനി പെന്തിക്കോസിൽ ഒരു പാസ്റ്ററോ വിശ്വാസിയോ
മത്സരിച്ച് സ്ഥാനത്തിലേക്ക് വന്നാൽ അവൻ അധമൻ എന്ന പേര് വേദപുസ്തകത്തിൽ വിളിക്കും. അതിൻ്റെ അകത്ത് ഇനിയിപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഭയമില്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ കട്ട് ചെയ്യും. ഇന്ത്യ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അധമന്മാരുടെ കയ്യില്ല, കേരളം ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന അധമന്മാരുടെ കയ്യില്ല, ലോകരാജ്യം മുഴുവൻ ഭരിക്കാൻ കൊടുത്തിരിക്കുന്നത് അധമന്മാരുടെ കയ്യില്ല. ഒരു രാജാവിന് മാത്രമേ നീതിയോടെ ഇവിടെ വാഴാൻ പറ്റൂ. നീതിയോടുള്ള വാഴ്ച ഒരിക്കലും അന്ന് നമ്മളും കാണും. ഇന്ന് വാഴാൻ പോകുന്ന ഒരുത്തനും അധമന്മാരുടെ ലിസ്റ്റിലേക്ക് പോകുന്ന ആർക്കും അന്ന് ആ നീതിയുടെ രാജാവിന്റെ കീഴിൽ നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് ലോകത്തോട് ഒരു രീതിയിലുള്ള സമവായോ വേണ്ട എന്നുള്ള നിലപാട് അതല്ല പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമ്മളെ ഒരു പ്രത്യേക സമൂഹമായിട്ട് ആളുകൾ കാണുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ പെന്തക്കോസ്തുകാർ വിളിക്കാം, അവര് പരീക്ഷഭക്തിയാണ്, അവർ പരീക്ഷന്മാരാണ് എന്നൊരു ലേബലിംഗ് നമുക്ക് വരുമല്ലോ. കർത്താവ് പരീക്ഷന്മാരെന്ന് വിളിച്ചത് ആരെയാണ്? ഇസ്രായേലിൽ പ്രമാണം പറയുകയും അത് പ്രാവർത്തിയത്തിലേക്ക് ചെയ്യാതെ അതിൻ്റെ ചട്ടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെയാണ് കർത്താവ് പരീക്ഷന്മാരെന്ന് വിളിച്ചത്. എന്നിട്ട് അതേ ചട്ടം കടിപ്പിക്കുകയാണ് അതേ പ്രസംഗത്തിൽ കർത്താവ്. പണ്ട് വ്യഭിചാരം ചെയ്താൽ മാത്രമേ വ്യഭിചാരി എന്ന് പറയത്തുള്ളൂ. ഒരു സ്ത്രീയുമായിട്ട് നിയമലംഘന പ്രകാരം ഭാര്യയും ഭർത്താവും അല്ലാതെ മറ്റ് രീതിയിൽ പോയാൽ പരപുരുഷ ബന്ധത്തിലോ പരസ്ത്രീ ബന്ധത്തിലേ ഉള്ളൂ അത് വരത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് ആ പ്രമാണം കടിപ്പിക്കുകയാണ്. സ്ത്രീയെ നോക്കാം, വർത്തമാനം പറയാം, വിശേഷം തിരക്കാം, എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നോ, കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെ സുഖമായിരിക്കുന്നല്ലോ എന്നൊരു സ്ത്രീയെ കണ്ട് സംസാരിക്കാം ആ ഭർത്താവില്ലെങ്കിൽ. പക്ഷേ മോഹിച്ചുകൊണ്ട് അവളെ ഉള്ളിൽ വേറെ രീതി ചിത്രീകരിച്ചുകൊണ്ടാണെങ്കിൽ നീ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാ പറഞ്ഞത്. പ്രമാണം കടിപ്പിക്കുകയും. അപ്പോൾ അങ്ങനെ അവിടെ കർത്താവ് വിളിക്കുമ്പോൾ തന്നെ ഇത് പ്രമാണം അനുസരിക്കാത്തവരെയാ പരീക്ഷന്മാരെന്ന് വിളിക്കും. ഞങ്ങളെയൊക്കെ കേൾക്കുന്ന പേരാ പരീക്ഷന്മാർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ദുഃഖിക്കുന്നില്ല. എന്താണെന്നറിയോ, നമ്മൾ യഥാർത്ഥ പ്രമാണത്തിന് വേണ്ടി ഇത് കേൾക്കുന്നത്. ഇത് പറയുന്നവൻ ഇത് അറിയത്തില്ല. ഈ പരീക്ഷൻ ആരാ എന്താന്ന് വിളിക്കുന്നത് സ്വന്തമായ ഏതോ ചിന്തകൾക്കകത്ത് കൊണ്ട് വിളിക്കുകയാണ്. നമ്മൾ തികച്ചും വേദപുസ്തകത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ പുണ്യവാളന്മാരാണെന്നുള്ള രീതിയിലും അല്ല ഈ പറയുന്നത്. ഒരു മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ കുറവും എനിക്കും ജിനിപ്പാസ്റ്റർക്കും ഭൂമിയിൽ എത്ര വിശുദ്ധി പ്രസംഗിക്കുന്നവനും കുറവുകളുണ്ട്. പാപവും കുറവും രണ്ടും രണ്ടാ. വേദപുസ്തകം അങ്ങനെയാ പറയുന്നത്. കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അപ്പം കോപം മനുഷ്യന്റെ പ്രകൃതം. അതാ ദൈവം പറഞ്ഞ ഞാൻ നിങ്ങളുടെ പ്രകൃതി അറിയുന്നു, പൊടിയെന്ന് ഓർക്കുന്നു. എന്നാൽ പാപം അതല്ല. കോപത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകരുത്. കോപം നല്ലതല്ല, കോപത്തെ നിയന്ത്രിക്കണമെന്ന് തന്നെയാണ് വേദപുസ്തകം പറയും. എന്നാൽ മനുഷ്യപ്രകൃതത്തിൽ കോപം വരാം. അപ്പം അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പരീക്ഷന്മാരെന്ന് വിളിച്ച് പരിഹസിക്കുമ്പോൾ ഉടനെ നമ്മുടെ ഇമേജ് ഒന്നും പോകുന്നില്ല ദൈവവും ഭാഗം. മനുഷ്യൻ ചിലപ്പോൾ ഇത് അറിയാൻ വയ്യാത്തവർ നമ്മളെ ചിലപ്പം അങ്ങനെ പറഞ്ഞ് പരിഹസിക്കാറും. പക്ഷെ ദൈവത്തിൽ ഉറപ്പുള്ളവന് അതിന്റെ ആ വിളിയൊന്നും നമുക്ക് ബാധമാകത്തില്ല. രണ്ടാമത്തെ കാര്യം, ചോദ്യത്തിൽ പറഞ്ഞ കാര്യം, ലോകത്തോട് ഒരു പ്രതിബദ്ധത വേണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന പ്രതിബദ്ധത വേണമെന്ന് പറയുന്ന ആരും ലോകത്തോട് പ്രതിബദ്ധത കാണിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനുവേണ്ടി നിൽക്കുന്നവർ ലോകത്തോട് പ്രതിബദ്ധത കാണിക്കുന്നവർ തന്നെയാണ്. ഈ എല്ലാവരുടെയും കാര്യമല്ലോ പറഞ്ഞ് ഏറിയ പങ്കാളുകളും സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ മറ്റ് ഇരു ചെവി അറിയാതെ ഇരു കരം അറിയാതെ മറുകൈ അറിയാതെ പോയി ലോകത്തെ കാണുകയും അവരുടെ കഷ്ടങ്ങളിൽ അവരെ ചെന്ന് വീടുകളിൽ ചെന്ന് സഹകരിക്കുകയും നമുക്ക് പങ്കുവെക്കാൻ ദൈവം തന്നൊക്കെ പങ്കുവെക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ലോകത്തിന്റെ എല്ലാ നിയമങ്ങളും നിഷേധിക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. എൻ്റെ ആധാർ കാർഡുണ്ട്, ഇലക്ഷൻ കാർഡുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്ന നിയമപ്രകാരം എൻ്റെ ആത്മീയത്തെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ ആത്മീയത്തെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ രാഷ്ട്രീയം കളിക്കാൻ പോയത്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വ്യാജം പറയാതെ കള്ളം പറയാതെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാൻ പറ്റുമെന്നുണ്ടോ? ഞാൻ പണ്ട് കണ്ട, ക്ഷമിക്കണം പറയേണ്ടി വരും, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു കോമഡി കാസറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനതിൻ്റെ ഒന്ന് കാണുന്ന ആളല്ല, വർഷങ്ങൾക്ക് മുമ്പ് കണ്ട രണ്ട് കള്ളന്മാർ മോഷ്ടിക്കാൻ പോകുമ്പം അവർ മതില് ചാടി പ്രയാസപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയാം, ഒരാൾ പറയാം ഞാൻ ഈ പണി നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോകും. അപ്പം ഓപ്പോസിറ്റ് കള്ളം പറയാടാ ഇപ്പോൾ ചെയ്യുന്നതിലും തരം താഴ്ന്ന പണി ചെയ്യാൻ പോകരുത്. കള്ളന്മാർക്ക് വരെ മനസ്സിലായി ഇപ്പോഴത്തെ രാഷ്ട്രീയം കള്ളന്മാരെക്കാളും അതപ്പതിച്ച ഇന്റർനാഷണൽ കള്ളന്മാരായിട്ടുള്ള പരിപാടി. ആ കൂട്ടത്തിൽ സഭയെ കൊണ്ടുവന്ന്
പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന വക്താക്കളാകരുത് നമ്മളെ ലോകം വ്യത്യസ്തരായി തന്നെ കാണുമെന്ന വേദപുസ്തകം പറയും. അതിന്റെ പേര് നമ്മൾ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം നമ്മളെ പകയ്ക്കണം എന്ന് തന്നെയാണോ പാസ്റ്റർ പറഞ്ഞു? ഉറപ്പായിട്ടും നമ്മൾ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഞാൻ അതിന് തയ്യാറായി ജീവിക്കുന്നതാണ്. അത് കുറച്ചുകൂടെ ഒരു ഭയങ്കരമായ തീവ്രവാദ മനോഭാവത്തിലല്ല. അത് തീവ്രവാദമല്ല. വചനം നന്നായി പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ആര് ശിഷ്യനാകും? ആർക്ക് ശിഷ്യനായിരിക്കാൻ പറ്റും? ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. കർത്താവിന്റെ ദാസൻ ജിനുപാസ്റ്ററോട് എനിക്കിത് പറയേണ്ട ആവശ്യമില്ല, അറിയാം. എന്നാൽ സമൂഹത്തിൽ അറിയാൻ വയ്യാത്ത നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അത് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ക്രൂശ് കഷ്ടതയെ കാണിക്കുന്നു അല്ല, മരിക്കാൻ തയ്യാറുള്ളവൻ എൻ്റെ പിന്നാലെ വന്നാൽ മതി. വിശേഷിച്ച് അപ്പോസ്തോലിക ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന സ്വർഗീയ അതോറിറ്റി ചെയ്യുകയാണെങ്കിൽ അവൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അവൻ എല്ലാവരെക്കാളും വെറുക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മരിക്കാൻ തയ്യാറുള്ളവൻ എൻ്റെ പിന്നാലെ വരിക എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. അല്ലാത്തവരെല്ലാം ഇതൊരു ശമ്പളത്തിന് വേണ്ടിയോ തൊഴിലിന് വേണ്ടി മാത്രം എങ്ങനെയാണെന്നാണ് ഞാൻ വേദപുസ്തക അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാനിത് എൻ്റെ തൊഴിലില്ല, ഉപജീവന മാർഗമല്ലിത്. ഇതെൻ്റെ സമർപ്പണത്തോടുള്ള സേവനമാണ്. കർത്താവിൻ്റെ വേല ചെയ്യാൻ അതെന്നെ നടത്തേണ്ട കർത്താവ്. എനിക്ക് ഒരു മാസം ഒരു സഭയും ഒരു ശമ്പളം വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചാൽ 15 വർഷം കർത്താവിൻ്റെ സഭയെ പരിപാലിച്ച് ഒരു ഇടയ ശുശ്രൂഷ ചെയ്ത ആളാണ്. ഇപ്പൊ ഏകദേശം 15 വർഷമായി സഭാ ശുശ്രൂഷ വിട്ടിട്ട്. ഇടയ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഞാൻ ശമ്പളം മേടിച്ചിട്ടില്ല. അതെനിക്ക് വേദപുസ്തകം എടുത്താൽ തെറ്റാണെന്ന് ബോധ്യമുള്ളതാണ്. അക്കാലത്ത് 10,000 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞ ചർച്ചയിൽ പോലും നാരങ്ങാ വെള്ളം 1 രൂപ സ്വോത്ര കാഴ്ച ഇട്ടാൽ നാരങ്ങ മേടിച്ച് പിഴിഞ്ഞു കുടിച്ചാൽ ചിക്കൻ ബിരിയാണിയേക്കാളും ഗുണം ചെയ്യും ദൈവമക്കളുടെ സ്വോത്രത്തോടുള്ള കാഴ്ചയെന്ന് മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്ത് ആസ്ഥാനം. ഇന്ന് ഞാൻ സഭാശുശ്രൂഷ വിട്ട് നിൽക്കുമ്പോഴും എനിക്കൊരു പിന്തുണയോ ഒരു മാസ സപ്പോർട്ടോ ഇല്ലാതെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ദൈവമക്കൾ തരുന്നില്ല എന്നല്ല, ദൈവമക്കൾ തരുന്നത് അഭിമാനത്തോടെ കൈപ്പറ്റി അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാൻ കർത്താവ് ഇന്ന് വരെ ചെയ്തു. അതുകൊണ്ട് ലോകത്തോട് പ്രതിബദ്ധതയില്ലെന്നോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ തീർക്കണം എന്നാ പറഞ്ഞു. ദൈവസഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ തീർക്കണം എന്നാ ലേഖനം പറഞ്ഞിരിക്കുന്നത്. വചനം പറഞ്ഞു. ലേഖനം പൗലോസിന്റെ അല്ല. പൗലോസ് എഴുതിയെങ്കിൽ പേരും കൊടുത്തിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ അല്ലേ. അതിനെക്കുറിച്ചൊക്കെ വേറെ ചർച്ചയായി പോവും. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് പഠിക്കാം. ലേഖനം ഒരിക്കലും പൗലോസിന്റെയും പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെ അല്ല. അവരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കി എൻ്റെ മോനാന്ന് നിരന്തരം പറയുന്നത് ശരിയല്ല. അവരെന്നെ ആശുപത്രി കൊണ്ടുപോകും. എൻ്റെ മോനാന്ന് എനിക്ക് ഉറപ്പുണ്ട്. അറിയാത്തവരോട് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട വരും എൻ്റെ മോനാന്ന് ആദ്യമായിട്ട്. പിന്നെ തെരുതരെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരിക്കൽ കർത്താവ് അവരുടെ പേരിൽ അത് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് തന്നെ പൗലോസ് പറഞ്ഞ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവം അരുളി ചെയ്യുന്നു എന്നൊക്കെ കൊരിന്ത്യർ ലേഖനം, റോമാലേഖനം കൃത്യമായി എഴുതിയിട്ടുള്ള ലേഖനം ഇവരുടെ ആരുടെ അല്ല, കർത്താവിൻ്റെ. യോഹന്നാൻ 16 കൃത്യമായി പറയുന്നു, എനിക്ക് നിങ്ങളോട് വളരെ സംസാരിക്കാനുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരും, അവൻ നിങ്ങളെ സകല സത്യം. അത് ലേഖനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ കർത്താവ് ഡയറക്റ്റ് തന്റെ ദാസന്മാർക്ക് പോയ ശേഷം വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ലേഖനം. ആ ലേഖനം പഠിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സഭയ്ക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇടപെടാൻ പാടില്ലെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ലേഖനം പഠിപ്പിക്കുന്നത്. നമ്മൾ അവസാനം പറഞ്ഞ ആ കാര്യത്തിൽ വ്യക്തമായി ഇത് ലേഖനങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്താണ് ഇപ്പൊ പറഞ്ഞു വന്ന കാര്യത്തിനകത്ത് ഒരു വചനഭാഗം ഒന്ന് ഉദ്ധരിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ലേഖനത്തിനകത്ത് വിശദീകരിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ലേഖനത്തിൽ ഉടനീളം എല്ലാ ലേഖനങ്ങളും തന്നെ ഇത് പറയുന്നുണ്ട്. ലേഖനത്തെ പഠിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി ഹൃദ്യസ്ഥമാക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ആണ് പലരെയും കുഴപ്പിച്ച് കളയുന്ന ചില കാര്യങ്ങൾ ഇവർ കൊണ്ട കുരുക്കുന്നത്. പൗലോസിന് അധികാരികളുടെ മുമ്പിൽ പോകേണ്ടത് ഇത് പൗലോസ് കൊടുത്ത കേസാണ് അല്ല. പൗലോസും കൂടെയുള്ള 2-3 പേര് ലൂക്കോസ് അടക്കം ജയിലിൽ പോകുന്നുണ്ട്. ലൂക്കോസ് സൈലന്റ് ആണെന്നേ ഉള്ളൂ. തിമോത്തിയോസ് ഒക്കെ ജയിലിലൊക്കെ പോകുന്ന ഘട്ടമാണ്. ശീലാസ്, ഇവരാരെങ്കിലും കേസ് കൊടുത്തു ഞങ്ങളെ തല്ലി? ഇല്ല. കൈസറിൽ അഭയം ചൊല്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ?
ഞങ്ങൾ കേസുമായിട്ട് പോയെന്നാണ്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധം. അതൊക്കെ വെറും വിഡ്ഢിത്തമാണ് സഭയെ പഠിപ്പിക്കുന്നത്. എതിരാളികൾ കൊണ്ടുപോയി കേസ് കൊടുക്കും. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിൽ പൗലോസ് ഒരു പരസ്യോഗ പ്രസംഗിയാണെന്ന് തെളിയിക്കുന്ന അധ്യായമാണ് 19. ആസിയ മുഴുവൻ പുള്ളി പ്രസംഗിച്ചു എന്ന് അവർ കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ അകത്തെ പ്രസംഗവും കഠിനമാണ്. തീർത്തടിക്കുകയായിരുന്നു അർത്തമീസിനെതിരെ, ദ്യോവിൽ നിന്ന് വീണ് കിട്ടിയ ദൈവിക സങ്കല്പത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഏഷ്യയിൽ ഉള്ള ആളുകളെ മുഴുവൻ മറിച്ചു കളഞ്ഞാണ് ആ കേസ്. അത് കൊടുത്തത് ആരാ കൊടുത്തത്? ദമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അയാൾ രക്ഷിക്കപ്പെട്ട ആളാ അല്ല. പൗലോസ് ഇതിനൊരു മറുകേസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. അവിടെയെല്ലാം നിന്ന് ദൈവപ്രവർത്തിയെ തെളിയിക്കുക ചെയ്യും. നമുക്കും കോടതി പോകാം. എതിരാളികൾ നമ്മളെ കേസ് കൊടുത്താൽ വിളിച്ചാൽ പോകണം. ഞാൻ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുള്ള ആളാ സുവിശേഷം. ഞാൻ പോലീസ് സ്റ്റേഷൻ നടുക്കിക്കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് 15 മിനിറ്റ്. SI എന്നോട് ചോദിച്ചു, ഇത് സഭയാക്കി കളഞ്ഞല്ലോ, ചർച്ചയാക്കി കളഞ്ഞു. എനിക്ക് പേടിയില്ല, ഇന്നും ജയിലിൽ പോകാൻ തയ്യാറായിരിക്കുന്നതാണ് സുവിശേഷം നിമിത്തം. വേറെ ആവശ്യമില്ലാത്ത പണി കാണിച്ചിട്ടില്ല. നാളെ സമരം ഇതിന്റെ പേര് പെന്തിക്കോസിന്റെ MLA ആണെന്ന് പറഞ്ഞ് സമരം വിളിച്ചിട്ടല്ല, സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ പോകാൻ എനിക്ക് പേടിയൊന്നുമില്ല. ആ ജയിലിൽ ചെന്നാൽ ജയിലിലാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു കിടക്കാൻ എൻ്റെ കുടുംബത്തോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എന്നെ ജയിലിൽ പിടിച്ചിട്ടാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയിലും എന്നെ ഇറക്കാൻ പറ്റും. ഞാൻ ജയിലിൽ പോകണ ദൈവം അനുവദിക്കണം. അതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ജയിലിൽ ആരോ വെടിവിക്കപ്പെടാൻ. നമ്മുടെ ദൈവദാസന്മാർ ഇന്ന് ഇതിന് ഓപ്പോസിറ്റ് പറയുന്നവർ തന്നെ പ്രസംഗിച്ച കാര്യം ഞാൻ തെളിയിക്കാം. അകത്ത് പിടിച്ചിട്ടപ്പോൾ കൈസരുടെ അരമനയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നെന്ന് പുറത്തെ സഭയ്ക്ക് അകത്ത് സഭയായി. ഇതിനാണ് ജയിലിൽ പലപ്പോഴും പോകുന്നത്. അതിനിവിടെ പ്രതിഷേധ യോഗമോ ഇവിടെ പിണറായി വിജയൻ സഖാവിന്റെ വീട് ചെന്ന് കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബസ് സമരം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. വേദപുസ്തകത്തിന്റെ തലത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും പോയവർ തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആരും ഇതിന്റെ പുറകെ പോയിട്ടില്ല. വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി പറയുന്നു. ചോദിച്ചതാണ് അതാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തെ. ഞാൻ ആ വാക്യം ഇവിടെ കുറിച്ച് വരും. എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പം വരുന്ന പോലെ ആ വാക്യം ഓർമ്മ വരത്തില്ല. പ്രസംഗിക്കാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരും പെട്ടെന്ന്. ഞാനിവിടെ നമ്മളൊരു അല്ലാത്ത രീതി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ വാക്യം ഇവിടെ നോട്ട് ചെയ്തു. യോഹന്നാൻ 15-ന്റെ 16, 17, 18, 19 വാക്യങ്ങൾ പഠിക്കും. നിങ്ങൾ ലോകക്കാരല്ല, ലോകം നിങ്ങളെ ഉപദ്രവിക്കും, പകയ്ക്കും. ലോകത്തിന്റെ ഒരു നീതിയും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പച്ചയ്ക്ക് വേദപുസ്തകം പറഞ്ഞിരിക്കുക. എന്തിനാ നീതി നമ്മൾ പിടിച്ചെടുക്കാൻ പോകും? നമ്മളിനി ലോകക്കാരായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്ഥാനത്തൊക്കെ എത്താൻ പറ്റും. ഇവിടുത്തെ ഭരണമോ ഇവിടുത്തെ നീതിന്യായ സംഗതി പോലും വേദപുസ്തക അടിസ്ഥാനത്തിൽ ശരിയായ തലത്തിലല്ല എന്ന് തന്നെ വേദപുസ്തകം പറയാൻ എനിക്ക് ഭയമില്ല. വീണ്ടും ആവർത്തിക്കുന്നു, നീതിയോടൊരു ഭരണം ഒറ്റ ഘട്ടത്തിൽ നടക്കത്തുള്ളൂ. അത് യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുമ്പോൾ മാത്രമേ. അന്ന് നമ്മൾ അവനോടൊപ്പം ഈ ലോകത്തെ ഭരിക്കുമെന്നും ജാതികളെ വിധിക്കുമെന്നും നമ്മൾക്ക് അധികാരം തന്നിരിക്കേ. അതിനെക്കുറിച്ച് ഉറപ്പുണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടില്ല. വേദപുസ്തകത്തിൽ ഇനി പണ്ടൊരു ആള് പറഞ്ഞ പോലെ വേദപുസ്തകം എഴുതിയത് ഞാൻ അപ്പാടെ വിശ്വസിക്കുന്ന ആളാണ്. അതിലൊരു ആള് നമ്മൾ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ദയാസം ജിനുവിനും അത് അറിയാം. ഈ ഒരു നിരീശ്വരവാദിയായ ശാസ്ത്രജ്ഞൻ, ഈശ്വരവാദിയായ ശാസ്ത്രജ്ഞൻ ബൈബിളിൽ വായിക്കുമ്പോൾ യോനായുടെ പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു, യോനായെ തിമിംഗലം വിഴുങ്ങി. യോന 3 ദിവസം തിമിംഗലത്തിന്റെ വയറ്റിൽ ജീവിച്ചിരുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പം നിരീശ്വരവാദിയായ ശാസ്ത്രജ്ഞൻ കേട്ടിട്ട് ദേഷ്യപ്പെട്ടെന്നാണ്. ഈ വിഡ്ഢിപ്പുസ്തകം താങ്കൾ ഇന്നും വായിക്കുന്നു എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ ദൈവവിശ്വാസിയായ ശാസ്ത്രജ്ഞൻ നിരീശ്വരവാദിയോട് പറഞ്ഞു, സുഹൃത്തെ, ഈ പുസ്തകത്തിൽ യോന തിമിംഗലത്തെ വിഴുങ്ങിയുന്നു, യോനായുടെ വയറ്റിൽ തിമിംഗലം 3 ദിവസം താമസിച്ചെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയാൽ ഞാനത് വിശ്വസിക്കും. കാരണം ഇത് ദൈവവചനമാണ്. ദൈവത്തിന് തിമിംഗലത്തെ ചുരുക്കി ഒരു മനുഷ്യന്റെ വയറ്റിലെത്തിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതാണ്. അതുപോലെ ഞാൻ ഈ വേദപുസ്തകത്തിലെ ദൈവവചനത്തെ അംഗീകരിക്കുന്നതാണ്. കാലത്തിന്റെ കടന്നുപോക്കിലോ ഭരണത്തിന്റെ മാറ്റത്തിലോ ലോകത്തിന്റെ വളർച്ചയിലൊന്നും എൻ്റെ ദൈവവിശ്വാസത്തിന് ചേഞ്ച് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് ഗതിഭേദത്താലുള്ള
ആച്ഛാദനമില്ലാത്തവനായുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. അത് വചനം അങ്ങനെ തന്നെ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരിക്കാൽ ആ വചനം ജഡമെടുത്ത് ഇവിടെ വന്നിരിക്കാൽ ഈ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കാൽ എനിക്ക് ആ വചനത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാനതിൽ അപൂർണമായും അടിത്തറയിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ലോകം എത്ര മാറി മറിഞ്ഞാലും, ചന്ദ്രനിൽ പാർക്കാൻ, അന്യഗ്രഹങ്ങളിൽ പാർക്കാൻ പോയാലും ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ദൈവവചനത്തിന്റെ മുകളിൽ ഒന്നുമില്ലെന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ വ്യത്യസ്തരായിട്ട് തന്നെ സഞ്ചരിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്, എന്റെ അഭിപ്രായമല്ല. ലോകത്തിന്റെ നയങ്ങളിലും നിലപാടുകളിലും അതിനോട് ചേർന്ന് സഞ്ചരിക്കാതെ നമ്മൾ വ്യത്യസ്തരായിട്ട് തന്നെ സഞ്ചരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ ഒരു വാക്കും കൂടെ പറയാം. നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു പൗരെന്ന നിലയ്ക്ക് നിയമങ്ങളുണ്ട്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കൽ പാടില്ല. ഞാൻ പാസ്സാന്നും പറഞ്ഞ് പോലീസുകാരുടെ മുമ്പ് ഞാൻ പാസ്സാന്ന് പറയാൻ പറ്റില്ല. രാജ്യത്തിന് മനുഷ്യനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നന്മയ്ക്ക് വേണ്ടി ചിരിക്കുന്ന നിയമങ്ങളുണ്ട്. അതെന്റെ ആത്മീയതയെ ബാധിക്കുന്നില്ല. അത് അയലോക്കംകാരൻ്റെ അതിന് മാന്താൻ പാടില്ല. അത് വേദപുസ്തകത്തിന്റെ നിയമമാണ്, പാടില്ല. നമ്മൾ എൻ്റെ മാന്തുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ നിയമം നന്നായിട്ട് നടപ്പിലാക്കുന്ന ഗവൺമെന്റിന്റെ നിയമത്തെ ഞാൻ അനുസരിച്ചെന്ന് തന്നെ വേദപുസ്തകം പറയും. പക്ഷെ എൻ്റെ ആത്മതലത്തെ ബാധിക്കുന്ന, എൻ്റെ നിത്യതയെ ബാധിക്കുന്ന വിഷയം ഏത് ഗവൺമെന്റ് വന്നാലും അതിനെ ആചരിക്കാതെ, അതനുസരിക്കാതെ മരണത്തിനോ അവർ തരുന്ന ശിക്ഷയ്ക്കോ ഞാൻ റെഡിയാകുന്നതാണ് ദൈവസഭ. ശരി. ഇപ്പം നമുക്ക് ഏറ്റവും പ്രാധാന്യത നമ്മുടെ പുറമെ കാണിക്കുന്ന കാര്യങ്ങളെക്കാൾ നമ്മുടെ ആത്മീയതയുടെ അന്തസ്സത്തെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ. ഇപ്പൊ നാളെ ഒരുപക്ഷെ ഇനിയിപ്പം വസ്ത്രധാരണത്തിലുള്ള നമുക്ക് പറയുന്ന ഒരു യോഗ്യത നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്തൊരു മാറ്റം വന്നാൽ, ആഭരണധാരണം സംബന്ധിച്ചൊരു മാറ്റം വന്നാൽ, ലോകത്തോടുള്ള ബന്ധത്തിൽ കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അങ്ങനെയൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. മുന്നോട്ട് സഞ്ചരിക്കുമ്പം ഇതെല്ലാം ആകാം. ഇപ്പൊ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ മുമ്പിലേക്ക് പോകുന്നത്. നമുക്കും കുറച്ചൊക്കെ ആകാം എന്നൊരു നിലവാരത്തിലേക്ക്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ യുവജനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം, പണ്ടൊക്കെ നമ്മുടെ കേരളീയ സമൂഹം തന്നെ ഈ പ്രണയവിവാഹത്തോടൊക്കെ വളരെ എതിരായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിനൊക്കെ അടുത്ത് നടക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രണയിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരാന്ന് കുഴപ്പമില്ല എന്നൊരു നിലപാടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പല കാര്യങ്ങളിലും നമ്മുടെ നിലപാടുകൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ കാലം മുമ്പോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ വ്യത്യാസം വരുമല്ലോ. നമ്മൾ അതിനോട് ചേർന്ന് നടക്കണ്ടേ? അപ്പൊ അതോ നമ്മള് ഈ പഴയ രീതിയിലുള്ള കടുംപിടുത്തം തന്നെ വേണോ? പഴയ രീതിയിലുള്ള കടുംപിടുത്തം നമ്മളാരും കൊണ്ടുവന്നല്ലോ. ലോകം ആരാ ഇവിടെ മാറി? ഒരു ശേഷിപ്പ് ഇന്നും ഈ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. ദൈവത്തിന് ആ ശേഷിപ്പിനെ മതി. അത് ദൈവവചനം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രേമവിവാഹം, ഇതിനൊക്കെ ആരാ? പൈസയും ആൾക്കൂട്ടവും മുൻപിലിരിക്കണം, വേണം എന്ന് പറയുന്ന ദൈവവചനത്തിന് വിരുദ്ധമായി നീങ്ങുന്ന പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കുമാണ് ഇത്തരം ഇടപാടുകളിലേക്ക് അവർ മാറ്റം വന്നു. അല്ലാത്തവരുടെ ഇടയിൽ മാറ്റം വന്നിട്ടില്ല. എൻ്റെ അറിവിൽ ഒത്തിരി പേരുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തെ ഞാൻ ഈ അടുത്ത വർഷങ്ങളായിട്ട് പരിചയം. ഞാൻ ആ ആളുടെ പേര് പറയുന്നില്ല. എനിക്ക് ഏറ്റവും അഭിമാനവും ബഹുമാനവും തോന്നിയിട്ടുള്ളൊരു കുടുംബം. മൂത്ത മകൾ ഇറങ്ങിപ്പോയി. വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചു, ഈ മോളുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവും ഇല്ല. രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ കൂടെ ഇറങ്ങി. അദ്ദേഹം ഇന്നും ആ നിലപാടിൽ നിൽക്കുക. അത് അദ്ദേഹത്തിന്റെ നിലപാടല്ല, വേദപുസ്തകത്തിന്റെ നിലപാടാണ്. മക്കളെപ്പോലും മണ്ണിനടിയിലേക്ക് നിരത്തി നിർത്തി, അപ്പനെയും അമ്മയും 3 കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് കുഴി മൂടുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ ജീവൻ വലുതായിട്ട് കാണാതെ മരണത്തിന് കീഴടങ്ങിയ ചരിത്രമാണ് വേദപുസ്തകത്തിലെ ഇതനുസരിച്ച് ആളുകൾക്കുള്ളത്. ആർക്കാ ഈ കാലത്തിനനുസരിച്ച് മാറ്റം വന്നത്? കാലത്തിനനുസരിച്ച് കോലം കെട്ടണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഈ മാറ്റം വന്നിട്ടുള്ളൂ. യഥാർത്ഥ ദൈവമക്കൾക്ക് ഒരു ശേഷിപ്പിന് ഇത് ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഈ പ്രസംഗിക്ക് ഇത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകളെ ആ ലോകം കണ്ടിട്ടുള്ളൂ. പക്ഷെ സൈലന്റായ ഒരു കൂട്ടം ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. പള്ളിക്കൂടത്തിന്റെ തിണ്ണ കാണാത്ത മാതാപിതാക്കൾ ഇന്ന് പലരും ജീവിച്ചിരിപ്പുണ്ട്.
അവർ ഈ പ്രമാണങ്ങൾക്ക് വേണ്ടി എന്താ പല ബമ്പന്മാരും പറയുന്നത് കേട്ടിട്ട് അവർ പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന ആളുകൾ ഇത് തെറ്റാന്ന് പറയാൻ തൻ്റെ ഇടമുള്ള മാതാപിതാക്കൾ അവരുടെ മുമ്പിലൊന്നും സോഷ്യൽ മീഡിയ ചെല്ലുന്നില്ല, ചർച്ചയാകുന്നില്ല. ഇവിടെ കുറെ ആളുകൾ അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു പഠിക്കുന്ന നല്ലതാണ്, ഞാൻ അതിനോട് 100% യോജിക്കുന്നു. പക്ഷെ പഠിത്തത്തെ വേദപുസ്തകത്തെ താഴോട്ട് താക്കാൻ വേണ്ടി കാലത്തിനനുസരിച്ച് മാറണമെന്ന് പറയുന്ന ആ കാലത്തിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരാം, പ്രമാണത്തിന് മാറ്റമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ദാനിയേലും രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ അവകാശമില്ല. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പല കാര്യം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായ കാര്യം പറയാം. രാജാവിന്റെ മേശമേൽ വരുന്ന ഭക്ഷണം ഏറ്റവും ക്വാളിറ്റി ഉള്ള പാനപാത്രമാകട്ടെ കഴിക്കുന്ന ഭക്ഷണമാണ്. ഇത് രണ്ടും മറ്റുള്ളവർ ടെസ്റ്റ് ചെയ്ത ശേഷം ഇതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, നല്ല ഫുഡാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് രാജാവിൻ്റെ മേശ പറ്റും. ആ മേശയെ നോക്കിക്കൊണ്ട് പച്ചയ്ക്ക് പറയുകയാണ്, രാജാവിൻ്റെ മേശയിൽ നിന്ന് ഞങ്ങളെ അശുദ്ധരാക്കില്ല. രാജാവിൻ്റെ മേശ അശുദ്ധമാണെന്ന് പറയുന്നത് രാജാവിൻ്റെ ചെവിയിലെത്തേണ്ട സ്ഥിതി എന്നാ? ശിരസ് ഛേദിക്കാം, നിയമം നടപടിയെടുക്കാം, പക്ഷെ പ്രമാണം അതിലും വലുതാണ്. പ്രമാണത്തിനും ദൈവത്തിനും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള തെളിവാണ് ദാനിയേലിന്റെ സിംഹക്കുഴിയും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അഭേദനവിന്റെയും 7 മടങ്ങ് വർദ്ധിച്ച തീച്ചൂളൽ. കൊണ്ടുപോകുന്നവർ ചാരമാകുന്നു. പ്രമാണത്തിന് വേണ്ടി നിന്നവൻ, ബിംബത്തെ നമസ്കരിക്കാതെ രാജനിയമങ്ങൾക്ക് കീഴടങ്ങാതിരുന്നവൻ തീക്കകത്ത് ദൈവസാന്നിധ്യത്തിൽ നടക്കുക ചെയ്തു. ഇന്നും ആ ദൈവം മരിച്ചിട്ടില്ല, ആ ദൈവം ഇന്നും പ്രവർത്തിക്കുമെന്ന് ഞാൻ ദൈവത്തിലും വചനത്തിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈയിടെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത, തൻ്റെ ഭാര്യയെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് അമ്മയും കുഞ്ഞും മരിച്ചൊരു സംഭവം ഉണ്ടായി. അപ്പം നമ്മുടെ ആത്മീയ തീഷ്ണതയുടെ നിലപാടിൽ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ്. മിക്കവാറും ഈ PSC എക്സാംസിന്റെ ഒക്കെ കോർഡിനേഷൻ സൺഡേയിലാണ്. അപ്പൊ അങ്ങനെ PSC എക്സാമിന് പോകാത്ത, അങ്ങനെയുള്ള ചില ടെസ്റ്റുകൾക്ക് പോകാത്ത ആളുകളുണ്ട്. ഈ ചികിത്സ ഇങ്ങനെ ആത്മീയ തീഷ്ണതയിൽ നിന്നുകൊണ്ട് ദൈവം വിടുവിക്കും. അപ്പൊ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പോകാത്ത ആളുകളുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ അടക്കം അതിനെ ഒന്നടങ്കം പരിഹസിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അപ്പം ഇങ്ങനെ ചില നിലപാടുകൾ, ആത്മീയതയിൽ ഇങ്ങനെ ചില തീവ്ര നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ചില അബദ്ധങ്ങളും കൂടെ ചില നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയാം അത് പരിജ്ഞാനത്തിന്റെ കുറവാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മുടെ ഇടയിൽ വന്ന് ഭവിക്കുന്നില്ലേ? അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനം. ഞാൻ അതിനെ തീവ്രമായ വിശ്വാസം എന്നൊക്കെ ഇപ്പോഴത്തെ ആളുകൾ ഒരു പ്രതിഷ്ഠയാണ്, അത് വ്യക്തിപരം, ഉപദേശമല്ല. 34 വർഷം മരുന്ന് കഴിക്കാത്ത ആളാണ് ഞാൻ. അത് എനിക്ക് ജിനുപാശ്രമയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ബൈബിൾ പറയുന്നില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മരുന്ന് കഴിക്കാൻ പോകരുത് എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. മരുന്ന് കഴിക്കുന്നവർ നരകത്തിൽ പോകുമെന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമാണ്. എന്നാൽ തൊട്ട് അടുത്ത പറയുന്നത് തന്നെ ഏറ്റവും വലിയ വൈദ്യൻ കർത്താവായ യേശുവാണ്. അപ്പോൾ അവിടെ വിശ്വാസത്തിന്റെ അളവ് വ്യത്യാസമാണെന്ന് ബൈബിൾ പറയുന്നു. ഓരോരുത്തർക്ക് ദൈവം പകുത്തു കൊടുത്ത വിശ്വാസത്തിന്റെ അളവിനൊത്താണ്. അതൊരിക്കലും നമ്മുടെ നിത്യതയോ വിശുദ്ധിയോ ബാധിക്കുന്നതല്ല. ഒരു പാരസിറ്റമോളോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷനോ കൊറോണ വാക്സിനൊന്നും നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതല്ല. ഇനി അത് എടുക്കണ്ട എന്ന് ആരെങ്കിലും പഠിപ്പിക്കാവുന്നതും ദൈവികമല്ല. എന്നാൽ എനിക്ക് ദൈവത്തിൽ അത്ര ആഴമേറിയ വിശ്വാസത്തിൽ തലം എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ കൃപയാലാ, നമ്മുടെ കാര്യത്തെ കൊണ്ടൊന്നും പറ്റത്തില്ല, ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ വ്യക്തിപരമായ ആത്മീയ പ്രതിഷ്ഠയാണ്. അത് വളരെ പരിജ്ഞാനത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇനി ബോധം കിട്ടുന്ന ആളെ വഴി കിടന്നാൽ, ഞാൻ ബോധമില്ലാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രതിഷ്ഠയെ തെറ്റിക്കാൻ മനുഷ്യന് കഴിയും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ കല്ലുമല കുഞ്ഞുവച്ചാനോട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പിതാവ്, ആത്മീയ ശുശ്രൂഷ. അദ്ദേഹം രോഗശാന്തിക്ക് വേണ്ടി 45 വർഷം നിന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു അബോധാവസ്ഥ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മക്കള് ഒരു മുറിക്കകത്തേന് ട്രിപ്പിട്ട് കിടക്കുമ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ദൈവമേ എന്താ പറ്റി, എനിക്ക് എന്നാ എന്നോട് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചെന്നാ പിൻകാലത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ
എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു കൊമ്പുണ്ടായിരുന്നു, ഞാൻ രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്, അതിന് ഞാൻ വലിയ വർത്തമാനം പറയുമായിരുന്നു. ആ കൊമ്പ് ദൈവം അങ്ങ് ഉരച്ചു. കാരണം അതൊരു വിഗ്രഹം പോലെ ആയും, അതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് പ്രതിഷ്ഠിക്കാം. അത് വേറൊരാളുടെ മേലെ അടിച്ചേൽപ്പിച്ച് ജിനുപാസ്റ്റർ മരുന്ന് കഴിക്കാൻ പാടില്ല, മരുന്ന് കഴിക്കുന്നവരെല്ലാം നരകത്തിൽ പോകും എന്നൊന്നും വേദപുസ്തകം പറഞ്ഞിട്ടില്ല. അത് വ്യക്തിപരമായി ഒരാളെ പ്രതിഷ്ഠിക്കുക, ഞാൻ മരണത്തിന് കീഴടങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ പ്രതിഷ്ഠയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് അവരെ ഒന്നും പറഞ്ഞ് പഴിച്ചിട്ട് കാര്യമില്ല. അവർ ദൈവത്തോട് തീരുമാനമാണ്. എനിക്ക് മരുന്ന് കഴിക്കുന്നില്ല, അവരും ദൈവവും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അങ്ങനെ ധാരാളം പേര് വിടിവിക്കപ്പെടുകയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ പോലും ചില രോഗങ്ങൾ സൗഖ്യമാകുന്നില്ല എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട്. റൂമാൽ ലേഖത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ മറ്റൊരു രോഗിയുടെ മേൽ കൊണ്ടിട്ട് സൗഖ്യം പ്രാപിച്ച പൗലോസ് പറയാണ്, ഇന്നാരെ ഞാൻ രോഗിയായി വിട്ടേച്ചു പോകുന്നു. അപ്പൊ എല്ലാ രോഗവും കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിലര് അവരുടെ പ്രതിഷ്ഠ, എൻ്റെ സ്നേഹിതൻ ജെയിംസ് ചാക്കോ എന്ന് പറയും, അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് പേരുണ്ട്. അദ്ദേഹം ഇന്ന് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. നല്ലൊരു ദൈവദാസനായിരുന്നു. ഷാപ്പ് കൊച്ചുമോൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. പണ്ട് ഷാപ്പിലായിരുന്നു പുള്ളി. അപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാതാവിനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മാതാവ് ഇതുപോലെ രോഗശാന്തിക്ക് വേണ്ടി ഇരുന്ന ആളാണ്, വ്യക്തിപരമായ പ്രതീക്ഷ. പക്ഷെ അദ്ദേഹത്തിന് മക്കളൊക്കെ മരുന്ന് കഴിക്കാൻ പോകുമായിരുന്നു. അതിന് മാതാവിന് എതിർപ്പില്ലായിരുന്നു. ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല. ആ മാതാവിന് തീർത്തു വയ്യാതായപ്പം ഈ ബിലിവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കാറെ കൊണ്ടുവരുമ്പോൾ മാതാവ് കാറെ കിടന്ന് പ്രാർത്ഥിച്ച്, മടിയിൽ കൊച്ചുമോമ്പാസ്റ്റർ മടിയിൽ കിടന്ന് പ്രാർത്ഥിച്ചെന്നാണ് ഞാൻ കേട്ട സാക്ഷ്യം. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തെ ഡോക്ടർമാരുടെ മരുന്ന് കയറ്റാൻ അനുവദിക്കരുത്, എൻ്റെ പ്രാണനെ ഞാൻ നിന്റെ കരങ്ങളിൽ തരുന്നു എന്ന് പറയും. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് 5-10 മിനിറ്റ് മുമ്പേ ദൈവം ആ മാതാവിൻ്റെ പ്രാണനെ എടുത്തു. ഒരു മരുന്ന് ആ ശരീരത്ത് ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. അത് വ്യക്തിപരമായ പ്രതിഷ്ഠയാണ്. അതാരെ അടിച്ചേൽപ്പിക്കാൻ വേദപുസ്തകം, അത് ഡോക്ടറിങ് അല്ല, അത് എൻ്റെ പ്രതിഷ്ഠയാണ്. അത് രോഗം പലതും പറയും. ലോകത്തെ അംഗീകരിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ തത്വം ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവപ്രമാണങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രതിഷ്ഠയോ ലോകത്തെ അംഗീകരിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന സഭ പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിലാണെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുകളിൽ ഒരു അധികാരം സഭയ്ക്കുണ്ടെന്ന് ഞാൻ തെളിയിച്ചു തരാം. അനന്യാസ് സഫീറയുടെ മരണം ഒരു സൺഡേയിൽ നടക്കുക, ഒരു ആരാധന, ഒരു കൂട്ടായ്മ നടക്കുക. ഭർത്താവ് മരിച്ചത് ഭാര്യ അറിഞ്ഞില്ല, ഭാര്യ മരിച്ചത് ഭർത്താവ് അറിഞ്ഞില്ല. ഇനി അവർക്ക് മക്കളുണ്ടെന്നിരിക്കട്ടെ, അവരറിഞ്ഞില്ല. സഭായോഗം നിർത്തിയില്ല. രണ്ടുപേരെയും മണിക്കൂറുകൾക്കകത്ത് യോഗം തീരുന്നതിന് കുഴിച്ചിട്ട കാലത്ത് ഇവിടെ ഭരണാധികാരികളുണ്ടായി. കരുത്തുറ്റ ഭരണം നടക്കുന്ന കാലമാണ്. ആ സഭയ്ക്കെതിരെ നടപടി ഉണ്ടായില്ല. എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിന് സഭയ്ക്ക് അത്ര അധികാരമുണ്ടായി. അതിൻ്റെ മുകളിൽ ഒരു ഭരണാധികാരികൾക്ക് പോലും ചലിക്കാൻ പറ്റില്ല. ഞാനും ജിനുപാസ്റ്ററുമൊക്കെ ദൈവത്തിൻ്റെ പ്രമാണത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനും നിൽക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഭരണത്തെ വിറപ്പിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിലും ഉപദേശത്തിലും വളരുന്ന സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിന് കഴിയുമെന്ന് പുസ്തകത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ജയിലുകൾ തുറക്കാൻ. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ ജയിലിൽ ഇത്ര പാസ്റ്റർമാർ കിടക്കുന്ന പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്നു. എന്തിനാ കരയുന്നത്? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ അവരും കൂടെ ഉണർന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, പൗലോസിന്റെയും പത്രോസിന്റെയും കാലത്ത് നടന്നത് ഇന്നും നടക്കും. ദൂതൻ ഇന്നും ജയിലിൽ ചെല്ലാതെ, ദൂതന് പരിമിതിയൊന്നും സ്വർഗത്തിൽ വരുന്നിട്ടില്ല. വിലാപ്പുറത്ത് തട്ടി പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഗവൺമെന്റിനെ വിറപ്പിക്കാൻ കഴിയും. താമസം പിന്നെ അതൊക്കെ കൊണ്ട് നടക്കാൻ പോവാ. അത് നടക്കാതിരിക്കാൻ നമ്മളെ അവസാനം കൂട്ടുകെട്ടാനുള്ള പരിപാടിയാണ് യുവന്മാരുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ മാറി നിന്നാൽ നമ്മുടെ വ്യത്യസ്തതയുടെ ദൈവശക്തി എന്തെന്ന് ലോകത്തിന്റെ മുമ്പിൽ സഭയ്ക്ക് തെളിയിക്കാൻ പറ്റും. തെളിയിക്കാൻ പറ്റണമെങ്കിൽ MLA MP ഈ ലോകത്തിന്റെ കുരുക്കിപ്പെട്ടു പോയാൽ അവരിതിൽ നിന്ന് തള്ളപ്പെട്ടു പോകും. ഒരു ശേഷിപ്പ് ഇവിടെ മാറി നിൽക്കും. ആ ശേഷിപ്പ് എന്നും ഈ സത്യത്തിന് വേണ്ടി നിൽക്കും. ആ ശേഷിപ്പിനെ കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ആ ചുരുക്കം പുത്രത്വം പ്രാപിക്കുന്നവരാണ്. ആ പുത്രത്വം പ്രാപിക്കുന്നത് ഒന്നാം പടി പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവിനാൽ ആണ് ആ പുത്രത്വത്തിലെ ആത്മാവ് തരുന്നത്. 2 പുത്രത്വം പൂർത്തീകരിക്കപ്പെടുന്നത്, ഉറപ്പിക്കപ്പെടുന്നത് തേജസ്കരണത്തിലാണ്. ആ ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു ശേഷിപ്പേ ഉള്ളെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ആ ശേഷിപ്പ് എന്നും കാണും. നോഹയുടെ പെട്ടകം നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞാൽ തന്നെ പാപം പെരുകുന്നത് മാത്രമല്ല, രക്ഷപ്പെടാൻ 8 പേരെ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ
എടുക്കപ്പെടാനും ദൈവസഭയുടെ വാലിനും ചുരുക്കം പേരേ ഉള്ളൂ. ആ ചുരുക്കം പേര് ഇവിടെ ആരൊക്കെ ഇളകി എന്ത് വർത്തമാനം പറഞ്ഞാലും ആ ശേഷിപ്പിനെ ഇവിടെ ഒരുക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ദൈവം ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ അതിൽ ശേഷിപ്പായി നിലനിൽക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഏത് നിന്നയും സഹിച്ചുകൊണ്ട് അത് പറയാൻ ഒരു ഭയവും മടിയുമില്ല. വളരെ നന്ദി കർത്താവിൻ്റെ ദാസനെ. അപ്പം നമ്മൾ വളരെ ഗൗരവമായ കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയൊന്നും ദൈവത്തിൽ നിന്നുള്ളവയല്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ബൈബിൾ തന്നെ പഠിപ്പിക്കുന്ന വളരെ ഗൗരവമായും ആത്യന്തികവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. അവയെക്കുറിച്ചാണ് കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോബി ടി അലക്സ് കുമരകം നമ്മളോട് ഈ സമയം അധികം സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ സഭ മറ്റൊരു രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വളരെ വ്യത്യസ്തമായ ഒരു വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനെ തിരുത്താനും അതിനെ നേർവഴിക്ക് കൊണ്ടുവരാനും പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്, അതിനുള്ള സംഘമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ സൂചിപ്പിച്ച് അവസാനിപ്പിച്ചതുപോലെ ഒരു ശേഷിപ്പ് രക്ഷപ്പെടും, ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആ ശേഷിപ്പിൻ്റെ ഒരു ഭാഗമായി തീരട്ടെ. സത്യസഭയുടെ, യഥാർത്ഥ സഭയുടെ, പരിശുദ്ധാത്മ നിറവുള്ള സഭയുടെ ഭാഗമാകാൻ ഈ ചർച്ച മുഖാന്തരം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത കർത്താവിൻ്റെ ദാസൻ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ച് ജോബി ടി അലക്സ് കുമരകത്തോട് ഗുഡ് ന്യൂസ് ലൈവിൻ്റെയും പ്രൈം ഫോക്കസിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ചർച്ചയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന പ്രിയ ഗുഡ് ന്യൂസിൻ്റെ പ്രവർത്തനങ്ങളോട് എല്ലാം, ഞാൻ ബാല്യം മുതലേ ഗുഡ് ന്യൂസ് മാസിക വായിക്കുന്ന ആളാണ്. എൻ്റെ പേര് ആദ്യമായിട്ടൊരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ പേര് വന്നത് ഗുഡ് ന്യൂസ് മാസികയിലാണ്. പാസ്റ്റർ ജോബി ടി അലക്സ് പ്രസംഗിക്കുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ 20 വയസ്സിലാണ് സന്തോഷത്തോടെ ഞാൻ ഓർത്ത് ആ മാസിക സൂക്ഷിച്ചു. അപ്പം അങ്ങനെ ഈ മാറ്റത്തിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ കൂടെയും ഗുഡ് ന്യൂസ് നിലനിൽക്കുന്നെന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കർത്താവിൻ്റെ വരവരെയും ഈ പ്രവർത്തനം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് അത് വളർച്ച പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എനിക്ക് അവസരം തന്നതിന് പ്രിയപ്പെട്ട ഗുഡ് ന്യൂസിൻ്റെ പ്രവർത്തകരോടും വിശേഷിച്ച് ജിനുപാസ്റ്ററോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.